കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണത്തിലെ അയോധ്യാകാന്ഡമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരതൻ അമ്മയുടെ വീട്ടിലാണ്. ദശരഥ മഹാരാജാവ് മരിച്ചു കഴിഞ്ഞു. രാമനും ലക്ഷ്മണനും സീതാദേവിയും വനത്തിലേക്ക് പോയി. അച്ഛൻ്റെ മരണം ഇതുവരെ ഭരതൻ അറിഞ്ഞിട്ടില്ല. ഭരതനെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട് ഇവിടെ നിന്നും അയോധ്യയിൽ നിന്നും കുറച്ച് ആളുകൾ കേകയ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർ രാത്രിയിലാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അന്ന് അവർ ഭരതനെ കണ്ടില്ല. പക്ഷേ ആ സമയത്ത് ഭരതൻ ഉറങ്ങുമ്പോൾ ഒരു ദുസ്വപ്നം കാണുകയും പേടിച്ച് കട്ടിലിൽ എഴുന്നേറ്റ് ഇരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഭരതൻ പൂമുഖത്തളത്തിൽ വന്നപ്പോൾ മന്ത്രിമാർ വിവരങ്ങൾ പറയുവാനായി അങ്ങോട്ടേക്ക് ചെന്നു. യഥോചിതം അവർ നമസ്കാരം ചെയ്തു. ബ്രാഹ്മണ പണ്ഡിതന്മാർ ആശീർവാദ വചനങ്ങളും പറഞ്ഞു. മിത്രങ്ങൾ വന്നു. നല്ല രീതിയിൽ സംഭാഷണം ചെയ്യുമ്പോൾ പക്ഷേ സന്തോഷമുണ്ടാകേണ്ടതാണ്. എന്നാൽ ഭരതൻ ഒന്നും തന്നെ അവരോട് സംസാരിച്ചില്ല. ഭരതന് ആകെ ഒരു വിഷമം, കലങ്ങിയ മനസ്സ്. എന്താണ് കാര്യമെന്ന് അവിടെയുണ്ടായിരുന്ന ഭരതൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു. അപ്പോൾ ഭരതൻ പറയുകയാണ്, ഇന്ന് പുലർകാലത്ത് ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആകാശത്തിൽ നിന്ന് ചന്ദ്രനും സൂര്യനും അടർന്നു വീഴുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഒരു വൃദ്ധൻ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, രാമനും ലക്ഷ്മണനും സീതയും വനത്തിൽ പോയി. അച്ഛൻ മരിച്ചു. അച്ഛനെ എണ്ണത്തോണിയിൽ കിടത്തിയിരിക്കുന്നു. ഇതൊക്കെയാണ് ആ വൃദ്ധൻ എന്നോട് പറഞ്ഞത്. വിറയ്ക്കുന്ന മനസ്സോടുകൂടിയാണ് ഞാൻ ആ സ്വപ്നം കണ്ടത്. 4 സഹോദരന്മാരും അമ്മയും. ആ 5 പേരുടെ ഇടയ്ക്കാണ് അച്ഛൻ മരിച്ചു കിടക്കുന്നത്. ഭരതൻ ഇങ്ങനെ തൻ്റെ മിത്രങ്ങളോടും മന്ത്രിമാരോടും പറഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ വല്ലാത്ത ഒരു ഭയമാണ് തോന്നിയത്. അവർ ഭരതനെ ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട കുമാരൻ ദുസ്വപ്നം കണ്ടതാണ്. നമുക്ക് പരിഹാരം ചെയ്യാം, ദാനം ചെയ്യാം, അതുപോലെ ദേവതാ പൂജകളും ചെയ്യാം. ദാനം കൊണ്ട് എല്ലാ ക്ലേശങ്ങളും മാറും. ഇങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ഭരതൻ ആശ്വസിച്ചു. വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. ഭണ്ഡാരത്തിലുള്ളതത്രയും ദാനം ചെയ്യുകയും ചെയ്തു. അത്രയും ദാനം ചെയ്തിട്ടും പൂജകൾ ചെയ്തിട്ടും ഭരതൻ്റെ മനസ്സ് ശാന്തമായില്ല. പ്രബലനും പ്രതാപിയുമായ കേകയ രാജാവ് സഭയിലേക്ക് എത്തിച്ചേർന്നു. ഭരതൻ രാജാവിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ അവിടേക്ക് അയോധ്യയിലെ ദൂതന്മാർ കടന്നു വന്നു. രാജാവിൻ്റെ മുമ്പിൽ അവർ തലകുനിച്ചു. ഭരതനോടായി അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടണം. രാജാവ് അടയാളമായി തന്നയച്ച മോതിരം അങ്ങ് കണ്ടാലും നമുക്ക് ഉടൻ തന്നെ പോകണം. ഒരു നാഴിക പോലും താമസിക്കരുത്. വലിയ ഒരു കാര്യം ഉണ്ട്. കേകയ മഹാരാജാവേ, അങ്ങ് ഭരതനെ തന്നാലും. അച്ഛന് അങ്ങയെ കാണാൻ വളരെയധികം മോഹമുണ്ട്. ഇതാണ് കാരണമായി പറയാനായി പറഞ്ഞയച്ചത്. അപ്പോൾ ഭരതൻ ചിന്തിക്കുകയാണ്, ദുസ്വപ്നം കണ്ടതിന് വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ ഇവർ വന്ന് പറയുന്നത്. അച്ഛന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഭരതൻ വിചാരിക്കുകയും ഭരതന് ആശ്വാസമാവുകയും ചെയ്തു. അച്ഛന് മംഗളമാണല്ലോ,
ശ്രീരാമനും ലക്ഷ്മണനും സുഖമായിരിക്കുന്നില്ലേ? മൂന്നമ്മമാർക്കും സുഖമാണല്ലോ. ഇങ്ങനെ ഭരതൻ അവരോട് ചോദിച്ചു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, രാജകുമാര, എല്ലാവർക്കും സുഖമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. അത് കേട്ടപ്പോൾ ഭരതൻ മാതാമഹൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭരതൻ ഉടൻ തന്നെ യാത്രയും പറഞ്ഞു. ആനയും കുതിരയും ധനങ്ങളുമെല്ലാം അപ്പൂപ്പൻ കൊടുത്തയച്ചു. സൂര്യൻ അസ്തമിച്ചു. ഈ സമയത്താണ് അവർ അയോധ്യയിൽ എത്തിച്ചേർന്നത്. ശ്രീരാമനെ വേർപിരിഞ്ഞ് എല്ലാവരും കരയുന്നു. എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നു. ഭരതൻ ചോദിച്ചു, എന്താണിത്? എല്ലാവർക്കും വിഷമമാണല്ലോ. പ്രജകൾക്കൊന്നും യാതൊരു സന്തോഷവും തോന്നുന്നില്ലല്ലോ. പോയിട്ട് വളരെ കാലം കഴിഞ്ഞ് ഞാൻ സ്വദേശത്തേക്ക് വന്നതാണ്. പക്ഷേ ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എന്നോട് ആരുമൊന്നും മിണ്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഭരതൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ദൂതന്മാർ തലകുനിച്ചു. നല്ലതോ ചീത്തയോ ആയ ഒന്നും തന്നെ അവർ പറഞ്ഞില്ല. അയോധ്യയിലുള്ള എല്ലാവരും ഇതേ രീതിയിലായിരുന്നു ഭരതനോട് പെരുമാറിയത്. അശുഭകാര്യം പറയുവാൻ ആരും തുനിഞ്ഞില്ല. ഭരതന് പേടി തോന്നി. ആദ്യം തന്നെ ഭരതൻ അച്ഛൻ്റെ ആലയത്തിലേക്ക് ചെന്നു. അച്ഛൻ അവിടെയില്ല. പിതാവിൻ്റെ ഗൃഹം ശൂന്യം. ആലോചിച്ചിട്ട് കാരണം എന്ത് എന്ന് ഭരതന് മനസ്സിലായില്ല. പിതാവിൻ്റെ ഗൃഹം ശൂന്യമായത് കണ്ടപ്പോൾ ഭരതൻ അമ്മയുടെ വസതിയിലേക്ക് ചെന്നു. അപ്പോൾ കൈകേയി രത്നസിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. തനിക്ക് തെറ്റുപറ്റി എന്നൊരു വിചാരമേ ആ സമയത്തും കൈകേയിക്ക് ഉണ്ടായിരുന്നില്ല. കൈകേയി അപ്പോഴും മകന് രാജ്യം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ഭരതൻ അമ്മയുടെ അടുത്തു ചെന്നു. ഭരതനെ കണ്ടപ്പോൾ സിംഹാസനത്തിൽ നിന്നും കൈകേയി എഴുന്നേറ്റു. ഭരതൻ അമ്മയുടെ പാദങ്ങളിൽ വന്ദിച്ചു. നെറുകയിൽ ചുംബിച്ചിട്ട് മകനെ ചേർത്തിരുത്തി കൈകേയി. എന്നിട്ട് കൈകേയി ചോദിക്കുകയാണ് ഭരതനോട്, അച്ഛന് സുഖമല്ലേ? എൻ്റെ സഹോദരന്മാർക്കും സുഖമല്ലേ? അമ്മയും ചെറിയമ്മയും എല്ലാവരും മംഗളമായി ഇരിക്കുന്നല്ലോ. രാജധാനിയിൽ രാജ്യത്തിൽ എല്ലാം സുഖമല്ലേ? ഇങ്ങനെ തൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ, തൻ്റെ രാജ്യത്തിലെ വിശേഷങ്ങൾ കൈകേയി മകനോട് ചോദിക്കുന്നു. അമ്മ വിഷമിക്കണ്ട, അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും സുഖമായിരിക്കുന്നു. രാജ്യത്ത് ഒരു കുഴപ്പവുമില്ല. ബന്ധുക്കൾ ആരും മരിച്ചിട്ടില്ല. എല്ലാവർക്കും സുഖവും സമാധാനവും തന്നെ. ഇനി അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് അയോധ്യ രാജ്യം പതിവിന് വിപരീതമായി ഇരിക്കുന്നത്? എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ആർക്കും ഒരു സന്തോഷവുമില്ല. എല്ലായിടത്തും ആളുകൾ കരയുന്നു. ചിലരൊക്കെ എന്നെ കണ്ടിട്ട് നിന്ദിക്കുന്നു. പിതാവിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ കണ്ടില്ല. അയോധ്യയിലെങ്ങും ദുഃഖം മാത്രം. എന്നോട് ആരുമൊന്നും മിണ്ടുന്നില്ല. ഒരു കാര്യവും പറയുന്നുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭരതൻ്റെ ഇപ്രകാരമുള്ള ചോദ്യം കേട്ടപ്പോൾ റാണി മറുപടി പറയുകയാണ്, നിന്റെ അച്ഛൻ സത്യവാദിയായിരുന്നു. സത്യത്തിൽ ഉറച്ചു നിന്നു. സത്യം പാലിച്ചുകൊണ്ട് സത്യവീരനായി സ്വർഗലോകത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. പിതാവ് മരിച്ചതോടുകൂടി രാജ്യം ശൂന്യമായിരിക്കുന്നു. ഇത് കേട്ടതും വാഴ വെട്ടിയിട്ടതുപോലെ ഭരതൻ ദുഃഖം സഹിക്കാൻ സാധിക്കാതെ ബോധം കെട്ട് നിലത്ത് വീണു. അച്ഛാ അച്ഛാ എന്ന് ബോധം തെളിയുമ്പോൾ നിലവിളിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ കൈകേയി മകനോട് പറയുകയാണ്, മകനെ, അമ്മ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ കരച്ചിൽ എൻ്റെ പ്രാണനെ മുറിവേൽപ്പിക്കുന്നു. നീ എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവനാണ്.
പിതാവ് മരിച്ചാൽ പിന്നെ ആരാണ് രാജ്യം ഭരിക്കേണ്ടത്? അപ്പോൾ ഭരതൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അച്ഛൻ മരിച്ചു, ശരി, ഞാനത് കേട്ടു. പക്ഷേ രാമനും ലക്ഷ്മണനും എവിടെ? അച്ഛൻ മരിച്ചാൽ രാമനാണ് രാജ്യം ഭരിക്കേണ്ടത്. ഇതൊക്കെ എനിക്കറിയാം. 10,000 വർഷമായിരുന്നു അച്ഛൻ്റെ ആയുസ്. ഇപ്പോൾ 9,000 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ എങ്ങനെ അച്ഛന് മരണം സംഭവിച്ചു? അച്ഛൻ മരിച്ചിട്ട് അമ്മയ്ക്ക് യാതൊരു ദുഃഖവും ഞാൻ കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു അമ്മയുടെ ഭാഗത്തു നിന്നുമുണ്ടായ എന്തോ ഒരു തെറ്റുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്ന്. ഭരതൻ ഇങ്ങനെ അമ്മയോട് ചോദിച്ചപ്പോൾ കൈകേയി മറുപടി പറയുകയാണ്, രാമൻ വനത്തിൽ പോയി, ലക്ഷ്മണനും സീതയും കൂടെ പോയി. അത് കേട്ടതും ഭരതൻ ചാടി എഴുന്നേറ്റു. രാമൻ വനത്തിൽ പോയെന്നോ? എന്തിനു പോയി? അമ്മയുടെ വാക്കുകൾ എൻ്റെ പ്രാണൻ അറുക്കുന്നു. രാമൻ ആരുടെയെങ്കിലും ധനമോ ആരുടെയെങ്കിലും സുന്ദരിയെയോ മോഷ്ടിച്ചോ? എന്തു കുറ്റത്തിനാണ് രാമൻ വനത്തിൽ പോയത്? ഇങ്ങനെ ഭരതൻ ചോദിച്ചപ്പോൾ കൈകേയി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിസ്തരിച്ച് ഭരതനോട് പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യം രാമൻ്റെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. രാമൻ ഭക്തവത്സലനും ധർമ്മതൽപരനുമാണ്. മാതാപിതാക്കൾക്ക് പ്രാണനാണ്. ഗുണസാഗരമാണ്. രാമൻ രാജാവായാൽ എല്ലാവർക്കും സന്തോഷമാകും. രാമൻ്റെ പ്രസാദത്തിൽ എല്ലാവർക്കും സുഖം ലഭിക്കും. നാളെ രാജാവാകും, ഇന്ന് അധിവാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമൻ നിനക്ക് രാജസിംഹാസനം നൽകിയിട്ട് വനത്തിലേക്ക് പോയത്. അത് രാജാവിന് സഹിച്ചില്ല. രാമ എന്ന് വിളിച്ചുകൊണ്ട് രാജാവ് പ്രാണൻ വെടിഞ്ഞു. മാതാവിനോടുള്ള കടപ്പാട് ഒരിക്കലും മകന് വീട്ടാൻ കഴിയുകയില്ല. രാമൻ രാജ്യം നിനക്ക് തന്നിട്ടാണ് വനത്തിലേക്ക് പോയത്. അതുകൊണ്ട് നീ രാജാവായി രാജ്യം ഭരിക്കുക. നിന്റെ തലയിൽ എഴുതിയിട്ടുണ്ട് നീ രാജാവാകണം എന്ന്. നിന്നിൽ രാജലക്ഷ്മിയുണ്ട്. ഇങ്ങനെ തനിക്ക് യാതൊരു കുറ്റവുമില്ല. ശ്രീരാമൻ സ്വമേധയാ ഭരതന് രാജ്യം കൊടുത്തിട്ടാണ് വനത്തിലേക്ക് പോയത് എന്ന തരത്തിൽ രാമനെ കുറച്ച് പുകഴ്ത്തിയിട്ടുമൊക്കെ കൈകേയി ഭരതനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും ഭരതന് കോപമാണ് ഉണ്ടായത്. കോപത്തോടുകൂടി ഭരതൻ ചോദിക്കുകയാണ്, രാജകുലത്തിൽ ജനിച്ചവരുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ജ്യേഷ്ഠനിരിക്കുമ്പോൾ അനുജൻ രാജാവായിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിച്ച മഹാനായിരുന്നു. ആ വംശത്തിൽ നിങ്ങൾ എങ്ങനെ ജനിച്ചു? നിങ്ങളൊരു രാക്ഷസിയായി ആ വംശത്തിൽ എങ്ങനെ പിറന്നു? രാക്ഷസിയായി നിങ്ങൾ മനുഷ്യരൂപം ധരിച്ച് രഘുവംശം നശിപ്പിക്കുവാനായി അയോധ്യയിൽ വന്നിരിക്കുകയാണ്. ശ്രീരാമനെ ഓർത്താണ് രാജാവ് ദുഃഖിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. നിങ്ങളാണ് അതിന് കാരണം. അത് നിങ്ങൾ ഒളിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുഖഭാവവും ശരീരഭാവവും കണ്ടാൽ അത് മനസ്സിലാകും. രാജാവിൻ്റെ പ്രീതി നിമിത്തം എത്രമാത്രം സമ്പത്ത് ആർജിച്ചു. എന്നിട്ടും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാണനായ രാമനെ വനത്തിലേക്ക് അയച്ചു. രാജാവിനെ വധിച്ചു. 3 കുലത്തിന് ആപത്തുണ്ടാക്കി. ഞാൻ പൂർവജന്മങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഉദരത്തിൽ വന്നു പിറന്നത്. അമ്മയായിരുന്നു കൊണ്ട് എത്ര വലിയ ദുഃഖമാണ്, എത്ര വലിയ പാപമാണ് നിങ്ങൾ എനിക്കുണ്ടാക്കി തന്നത്. നിങ്ങളെ വെട്ടിക്കൊന്ന് പരലോകത്തിലേക്ക് അയക്കുവാൻ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങളെപ്പോലൊരു രാക്ഷസിയെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അതിനാൽ
നിങ്ങളെ വധിക്കുന്നതിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. പരശുരാമൻ മാതാവിനെ വധിച്ചതുപോലെ നിങ്ങളെയും വധിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് പേടി, എൻ്റെ രാമൻ, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ മാതൃഘാതി എന്ന് വിളിക്കുമല്ലോ എന്നോർത്താണ്. ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ഉപേക്ഷിച്ചേക്കും. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വധിക്കുന്നില്ല. ഭരതൻ ആളിക്കത്തുന്ന തീ പോലെ കോപം കൊണ്ട് ജ്വലിച്ചു. പേടിച്ചുപോയി കൈകേയി. ഇങ്ങനെ ഭരതൻ സംസാരിക്കുമെന്ന് കൈകേയി ഒരിക്കലും ചിന്തിച്ചില്ല. ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? ആ ഭരതൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് കൈകേയിക്ക് വളരെയധികം ദുഃഖം തോന്നി. അപ്പോഴേക്കും ശത്രുഘ്നനും അവിടേക്ക് എത്തിച്ചേർന്നു. സഹോദരന്മാർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രണ്ടുപേരുടെയും ശരീരം കണ്ണുനീരിൽ നനഞ്ഞു. മന്ധരയുടെ പണിയാണ് ഇതൊക്കെ എന്ന് രണ്ടുപേരും മനസ്സിലാക്കുന്നു. രാജാവ് ചെങ്കോലും കുടയും രാമനാണ് കൊടുത്തത്. മന്ധര അപ്പോഴാണ് ഈ ചതി ചെയ്തത്. അവളെ കണ്ടാൽ കൊന്നു കളയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്ധര അവിടേക്ക് വന്നു. പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുഗന്ധ ചന്ദന ലേപനം പൂശിയാണ് മന്ധര വന്നത്. മന്ധരയെ കണ്ടതും ശത്രുഘ്നൻ പറയുകയാണ്, ഈ മന്ധരയാണ് രാജാവിൻ്റെ മരണത്തിന് കാരണം. ഈ മന്ധരയാണ് രാമനെ വനത്തിലേക്ക് അയച്ചത്. ഇവളാണ് എല്ലാ നാശത്തിനും കാരണം. ഇവളാണ് അയോധ്യ നഗരത്തെ കണ്ണീരിൽ ആഴ്ത്തിയത്. ഇവൾ മരിച്ചാൽ എല്ലാ ദുഃഖവും തീരും. ജ്യേഷ്ഠ, ഞാൻ ഇന്ന് ഈ ദുഷ്ടയെ ഇപ്പോൾ വധിക്കും. ഇങ്ങനെ കോപിച്ചുകൊണ്ട് ശത്രുഘ്നൻ പറഞ്ഞിട്ട് അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചു വലിച്ച് അവളെ നിലത്തിട്ടു. രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ധര വിലപിച്ചു. അപ്പോൾ കൈകേയി മുറിയിലേക്ക് വന്നു. മന്ധര കൈകേയിയെ കണ്ടതും നിലവിളിച്ചു. എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞാണ് നിലവിളിച്ചത്. തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൈകേയിയുടെ മുറിയിൽ നിന്നും മന്ധരയെ ശത്രുഘ്നൻ പുറത്തു കൊണ്ടുവന്നു. അപ്പോഴും അവളുടെ കൂനിൻ്റെ മുകളിൽ ഒരു മുത്തുമാല തിളങ്ങുന്നുണ്ടായിരുന്നു. നീ കാരണമാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ജ്യേഷ്ഠൻ വനത്തിലേക്ക് പോയത്. നീ ദാസിയായിരുന്നു കൊണ്ട് നാശമാണ് ഞങ്ങൾക്ക് വിതച്ചത്. കൈകേയിയുടെ മുഖ്യദാസിയും ഭരതന്റെ വളർത്തമ്മയുമായ മന്ധരയുടെ ശരീരം കണ്ണുനീരിൽ കുതിർന്നു. അവളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ശത്രുഘ്നനെ കണ്ട് കൈകേയി ഭയന്നുപോയി. തന്നെയും ഇവൻ കൊന്നു കളയുമോ എന്ന് കൈകേയി ഓർത്തു. അവൾ ഭയന്ന് ഓടിപ്പോയി. ശത്രുഘ്നൻ പറഞ്ഞു, നിൽക്കൂ കൈകേയി ചെറിയമ്മേ, ഓടരുത്. ഒരു വാക്ക് ഒന്ന് കേൾക്കും. 700 റാണിമാർക്കും ചെറിയമ്മയുടെ പ്രതാപം അറിയാം. നിങ്ങൾ പറയുന്നത് അതേപടി അച്ഛൻ ചെയ്തിരുന്നു. രാജാവിൻ്റെ പത്നിയും മറ്റൊരു രാജാവിൻ്റെ മകളുമാണല്ലോ നിങ്ങൾ. എന്നാൽ നിങ്ങളെപ്പോലെ ദൗർഭാഗ്യവതിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. നിങ്ങളെ തല്ലിയാൽ ഞാൻ നരകത്തിലെത്തിച്ചേരും. ഈ ദുഷ്ടയുടെ വാക്കിൽ അകപ്പെട്ടു പോയല്ലോ നിങ്ങൾ. മാതൃവധം ചെയ്ത് നരകത്തിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഉപദേശിച്ച ഈ ദാസിയെ ഞാൻ തല്ലും. അതുകൊണ്ട് ദുഃഖത്തിൽ ദഹിച്ച് നിങ്ങളും മരിക്കണം. ഇങ്ങനെ ശത്രുഘ്നൻ കൈകേയിയോട് പറഞ്ഞു. ഇതിനുശേഷം തലമുടിയിൽ പിടിച്ചു വലിച്ച് മന്ധരയെ നിലത്തേക്കിട്ടു. മന്ധരയുടെ നെഞ്ചത്ത് ഇടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും കാൽമുട്ടിൽ ഗദ കൊണ്ട് അടിക്കുകയും ചെയ്തു. അതും കൂടി കണ്ടപ്പോൾ കൈകേയി ഭയന്നു വിറച്ചു. മന്ധര അവശയായി ശരീരം മുഴുവനും മുറിഞ്ഞു. രക്തം ഒഴുകി. ബോധമറ്റു. ശ്വാസം മാത്രമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഭരതൻ നിൽക്കുകയാണ്. ഒരു സ്ത്രീവധമാണല്ലോ തൻ്റെ മുമ്പിൽ നടക്കുന്നത് എന്നോർത്തുകൊണ്ട് പതുക്കെ പതുക്കെ മൃദുവായ ശബ്ദത്തിൽ ഭരതൻ പറയുകയാണ്,
നാരീഹത്യയാണിത്. രക്തവും ചർമ്മവും നഷ്ടപ്പെട്ടു. അസ്ഥി മാത്രമായി. നാരീവധം മഹാപാപമാണ്. ഇനി തല്ലരുത്. ഈ പാപം ചെയ്താൽ ധർമ്മം നമ്മളെ ഉപേക്ഷിക്കും. വേണ്ട, മതി. ഇത് കേട്ടപ്പോൾ ശത്രുഘ്നൻ മന്ധരയെ വിട്ടു. മന്ധരയെ കൈകേയിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇത്രയും അടിയും ഇടിയും കിട്ടിയിട്ടും ഇവളുടെ പ്രാണൻ പോയിട്ടില്ല. ഇങ്ങനെ ശത്രുഘ്നൻ കൈകേയിയോട് പറയുകയും ചെയ്തു. അപ്പോൾ ഭരതൻ പറയുകയാണ്, അനുജ, ദൈവത്തിനു മാത്രം എല്ലാം അറിയാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എങ്ങനെ വിചാരിക്കും? പിതാവ് രാജസിംഹാസനം ശ്രീരാമന് കൊടുത്തതിന് അമ്മ ഇത്രയൊക്കെ അത്യാചാരം ചെയ്യുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അങ്ങനെ ആർക്കെങ്കിലും വിചാരിക്കുവാൻ പോലും സാധിക്കുമോ? സംസാര ദുഃഖം അനുഭവിക്കുമെങ്കിലും അതിൻ്റെ പൊരുൾ അറിയാൻ സാധിക്കുന്നില്ല. രാജപത്നി വേലക്കാരിയുടെ ചൊൽപ്പടിയിലാകുന്നു. എന്തൊരു ദോഷമാണിത്! അമ്മയുടെ ദോഷം കൊണ്ട് ഇപ്പോൾ ഞാനാണ് ദുഷ്ടനായി തീർന്നിരിക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ കൗസല്യ മാതാവിൻ്റെ മുമ്പിൽ ചെല്ലും? ഇങ്ങനെ പറഞ്ഞ് ഭരതൻ വിലപിച്ചു. അപ്പോൾ ശത്രുഘ്നൻ ഭരതനെ സമാധാനിപ്പിച്ചു. കൗസല്യ അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മയ്ക്ക് ഒട്ടും കോപം തോന്നുകയില്ല. ആർക്ക് എത്ര ദോഷമുണ്ട് എന്ന് അമ്മയ്ക്ക് വ്യക്തമായി അറിയാം. ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും വീണ്ടും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരുടെ കരച്ചിൽ കൗസല്യയുടെ മുറിയിൽ കേൾക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് അയോധ്യാകാണ്ഡത്തിലെ ഭരത വിലാപം. ഒരു മാതാവിൻ്റെ ദുഷ്പ്രവൃത്തി കൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്ന ഒരു പുത്രൻ്റെ ദുരവസ്ഥ. എന്തു ചെയ്യാൻ സാധിക്കും? തൻ്റെ കുറ്റമല്ല, പക്ഷേ തൻ്റെ അമ്മ ചെയ്ത ദോഷത്തിൻ്റെ ഫലം ഒരു മകൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ഇത്. കാരണം നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ചെയ്യുന്ന ദോഷത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക, അറിഞ്ഞും അറിയാതെയും നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ, അതിൻ്റെ ദോഷം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിൻ്റെ ഫലവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. ഓരോ കഥകളും ഓരോ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത്. അർത്ഥം മനസ്സിലാക്കി എന്താണ് ഇവിടെ വാൽമീകി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി കഥ ആസ്വദിച്ച് അതിൻ്റെ സാരാംശം മനസ്സിലാക്കി ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും സർവേശ്വരൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. ഭഗവാൻ നമുക്ക് നേർവഴി കാണിച്ചു തരും. എല്ലാവർക്കും ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.